ഞാൻ ആദ്യമായിട്ട് ഡാൻസ് കളിച്ചത് ഈ അമ്പലത്തിന്റെ ഓഡിറ്റോറിയത്തിലാണ്. കിടു ഇവിടുന്ന് അനങ്ങരുത് കേട്ടോ. ഇപ്പൊ ഈ ചേച്ചിയുടെയും നടുക്കാൻ നിക്കണ്ടേ. ഇരിക്കി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബിഹൈൻഡ് ദ സീൻ വീഡിയോസ് ആണ്. അതായത് നമ്മുടെ കുട്ടികളുടെ, അതായത് നമ്മുടെ അർജുന ആർട്ട് സ്റ്റുഡിയോയില് കുട്ടികളുടെ പ്രോഗ്രാമാണ് ഈ വരുന്ന മാർച്ച് 19 ആൻഡ് ഫസ്റ്റ്. ഞാൻ ആദ്യമായിട്ട് ഡാൻസിലേക്ക് 3.5 വയസ്സുള്ളപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഡാൻസ് കളിച്ചത് ഈ അമ്പലത്തിന്റെ ഓഡിറ്റോറിയത്തിലാണ്. ഇത് മാത്രമല്ല, ഞാൻ ഭരതനാട്യം അരങ്ങേറിയത്, കഥകളി അരങ്ങേറിയത്, പിന്നെ ഞാൻ ചേട്ടായിട്ട് കളിച്ചിട്ടിരുന്ന എല്ലാ ഡാൻസസും. ഞങ്ങൾ എന്തൊക്കെയാ കളിച്ചിട്ടുള്ളതെന്ന് അറിയോ? പണ്ട് എന്താണ് കരളിന്റെ കരളെ ലജ്ജാവതിയെ, പിന്നെ എന്താണിത് മീശമാധവല്ലേ, ചിങ്ങമാസമാണ് ഞാൻ ഫസ്റ്റ് സ്റ്റേജിൽ കളിച്ച ഡാൻസ്. അപ്പൊ അത്രയൊക്കെ ചെയ്തിട്ട് ഭയങ്കര സ്പെഷ്യലാണ് ആ സ്റ്റേജ്. അപ്പൊ ഇന്ന് എന്റെ കുട്ടികളെ കൊണ്ട് ഞാൻ കളിച്ച് വളർന്ന ആ ഒരു സ്ഥലത്ത് എന്റെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര പ്രൗഡും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാം ഫുള്ളൊന്ന് ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് നമ്മളിപ്പോ ഒരു 1 ഇയർ ആവുന്നേ ഉള്ളൂ സ്റ്റുഡിയോ തുടങ്ങിയിട്ട്. അപ്പം ഈ ഒരു ടൈമിൽ തന്നെ പിള്ളേർക്ക് ഒരു ഷോക്കേസ് എന്നല്ല പറയുന്നില്ല, അരങ്ങേറ്റം പോലത്തെ ഷോക്കേസ് ചെയ്യുന്ന സമയത്ത് വേറെ അടുത്ത് 2-3 സ്ഥലത്തുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ പറ്റത്തില്ല, ഞാൻ ആ അമ്പലം അവിടുന്ന് വേണം ഞാൻ പഠിപ്പിച്ച പിള്ളേരെ എനിക്ക് ഇങ്ങനെ ഇരുന്ന് കാണണം. അതൊരു പ്രത്യേക ഫീൽ അല്ലേ? അത് ഒരുപാട് പേർക്ക് ചിലപ്പോൾ റിയലൈറ്റ് ചെയ്യാൻ പറ്റണ്ടാവുമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച സ്കൂളിൽ നിന്ന് നമ്മൾ പഠിപ്പിക്കുക, ഒരു അധ്യാപകനാവുക, ആ സെയിം ഫീൽ തന്നെയാണ് നമ്മളാക്കി. ഇപ്പൊ നമ്മൾ അതിനേക്കാൾ വലിയ സ്റ്റേജസും ആൾക്കാരെയും എല്ലാം കണ്ടിട്ടുണ്ടാവും, അതിനേക്കാൾ വലിയ ക്രൗഡിനെയും കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മളാക്കിയ സ്ഥലത്ത് നമ്മൾ ചെയ്യുക, നമ്മുടെ കുട്ടികൾ, നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക എന്ന് പറയണല്ലേ ഏറ്റവും സ്പെഷ്യൽ. അപ്പോ എല്ലാം നല്ലതായിട്ട് വരട്ടെ അല്ലേ ഗൈസ്? അപ്പൊ വാ, നമുക്ക് ഓരോന്ന് ചെയ്യാം. എവിടെയാ നിക്കണ്ടേ? എടാ സ്റ്റേജിൽ തുടങ്ങുന്നതിന് മുന്നേ പിള്ളേരെല്ലാവരും കറക്റ്റ് പൊസിഷനിൽ നിൽക്കുന്നുണ്ടോ നോക്കണം കേട്ടോ. ഓക്കെ, നോക്കിയേ ഗേൾസ്, നിങ്ങൾ 3 പേരും കുട്ടികൾ കറക്റ്റ് പൊസിഷനിൽ നിൽക്കുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കിടു ഇവിടുന്ന് അനങ്ങരുത് കേട്ടോ. ഇപ്പൊ ഈ ചേച്ചിയുടെയും നടുക്കാൻ നിൽക്കണ്ടേ. ഇരിക്കി കേട്ടോ. സാറാ കുറച്ചുകൂടെ ഇറങ്ങിയിരുന്നേ, കുറച്ചും കൂടി നീങ്ങുന്നേ. അവിടെ ഇരിക്കും. ഓക്കെ, നിങ്ങളുടെ പൊസിഷൻ. ഓക്കെ, ചിരിച്ചിട്ട് ചെയ്യണേ, പവർഫുൾ ആയിട്ട് ചെയ്യണേ. ചിരിച്ച് നല്ല സന്തോഷത്തോടെ ആറ്റിറ്റ്യൂഡ് ഇടുന്ന സ്ഥലത്ത് ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് മറ്റുള്ളവർക്ക് സ്പേസ് കൊടുത്തിട്ട് കളിക്കണം, കേട്ടല്ലോ? ഓക്കെ, തെറ്റിപ്പോയാലും അത് ഫേസിൽ കാണിക്കാതെ ചെയ്തോണം. തെറ്റുമായിരിക്കും എന്ന് വെച്ച് തെറ്റിക്കരുത്. തെറ്റുമായിരിക്കും, സ്റ്റേജാണ്, ആ സമയത്തെ പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. മറന്നുപോയി കഴിഞ്ഞാൽ നിൽക്കരുത്. ഓക്കെ, നിന്നൊന്നും ചെയ്യരുത്. ജസ്റ്റ് ചെയ്ത് അറിയാലോ എന്താ നമുക്കറിയാം, പാട്ടിന്റെ ബീറ്റ് അറിയാലോ. ഓക്കെ, വേറെ സ്റ്റെപ്പ് ഇടാനല്ല, മുന്നിൽ നിൽക്കുന്ന ആളെയോ സൈഡിൽ നിൽക്കുന്ന ആളെയോ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ആരും മറക്കില്ല, ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞതാണ്, ആ സമയത്ത് എന്തും സംഭവിക്കാം, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. മാക്സിമം പോയാൽ തെറ്റും, അത്രയല്ലേ ഉള്ളൂ. അത് വെച്ചിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഓക്കെ,
എല്ലാവരും വന്നു തുടങ്ങി. മേക്കപ്പ് ചെയ്യുന്നുണ്ട്, കോസ്റ്റ്യൂം ഇടുന്നുണ്ട്, ആൻഡ് സ്റ്റേജ് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഞാനിപ്പോൾ സോങ്സ് ഒക്കെ ഇപ്പോൾ ചെക്ക് ചെയ്ത് കേട്ടോ, എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ഓൾസോ ഐ എം സോ ഹാപ്പി. അപ്പോൾ നമ്മുടെ പെർഫോമൻസും ഉണ്ട്, പക്ഷേ കുട്ടികളെയൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഡാൻസ് വീഡിയോസ് എല്ലാം ഞാൻ നമ്മുടെ അർജുന സ്റ്റുഡിയോയിലെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് ബിഹൈൻഡ് ദ സീൻസ് ആണ്. അപ്പോൾ അതേ ഞാൻ പറഞ്ഞ നമ്മുടെ സ്റ്റേജ്, ഈ ഒരു സ്റ്റേജിനകത്താണ് ഞാൻ ഫസ്റ്റ് പെർഫോം ചെയ്തത്. ആൻഡ് ഓൾസോ എൻ്റെ എല്ലാ രംഗേറ്റവും ഭരതനാട്യ കഥകളൊക്കെ ഇവിടെയാണ്. അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് വിശേഷം എന്ന് കാണണ്ടേ? ബാ. നമ്മുടെ മെയിൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ ആതിര തന്നെയാണ് ഗൈസ് ഇവിടെ. അതിനൊന്ന് തിരിഞ്ഞു നോക്കണം, അതിനൊന്ന് തിരിഞ്ഞു നോക്കണം. ആദ്യം ഇത് മാത്രമേ ഉള്ളൂ, നമുക്കേ ആദ്യം ഇത് മാത്രമേ ഉള്ളൂ. ഈ വൈറ്റ് ഒന്ന് റിമൂവ് ചെയ്തേക്കാം കേട്ടോ. ബാക്കിയുള്ളവര് അപ്പൊ തന്നെ വേഗം വൈറ്റ് പാന്റും വൈറ്റ് ഇന്നറും അതും കെട്ടി നിന്നോണം. പറഞ്ഞോ. അത് ഇഷ്ടം പോലെ ഉണ്ടാവും. എക്സാം 4 മണിക്ക് കഴിയുള്ളൂ, 3:15 ഇറങ്ങി. ആദ്യത്തെ സാധനം അവിടെ തന്നെ ചെയ്യാം, എന്നിട്ട് രണ്ടാമത്തെ പാട്ട് വേണമെങ്കിൽ ഇവിടെ വന്നോ. ഇല്ലുമിനാറ്റിക്ക് ഇവിടെ വന്നാ മതി. പൊസിഷൻ ഓക്കെ, ചെയ്യുന്ന പോലെ തന്നെ നല്ല വൃത്തിക്ക് ചെയ്തോ. ഓക്കെ, എന്നെ എടുക്കും ഞാൻ വീഡിയോ. അപ്പൊ ഗൈസ് നമ്മുടെ പ്രോഗ്രാം ഇതാ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ബിക്കോസ് എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും ഒന്നിനൊന്ന് വെച്ചായിരുന്നു. സോ ഐ എം സോ ഹാപ്പി ടുഡേ. അപ്പോൾ വീഡിയോസ് എല്ലാം ഞങ്ങൾ വേഗം തന്നെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.